വണ്ടി തരത്തൊന്നുമില്ലായിരിക്കും, ചോദിച്ചു നോക്കാം. വെയിലായി പോയില്ലേ. എടാ വണ്ടി ഒന്ന് തരാവാ, കൊച്ചി വരെ പോകാനായിരുന്നു. തരുമോന്ന് എടാ തടാന്ന് ചോദിക്കടാ, നിന്റെ കൂടെ വണ്ടിയില്ലേ? പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി. ഇങ്ങനത്തെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലേ, സെറ്റാ. ചോദിക്കുമ്പോൾ തന്നെ വന്ന് അളിയാ വരുമ്പോഴേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേക്കെ, സൂക്ഷിച്ചു കേട്ടാ. സ്പ്ലെൻഡറിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതായിരുന്നല്ലേ ലാഭം. 3000 ഇട്ടടി അവൻ. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട്. പെയിന്റ് ഒക്കെ പോടി, അവനോട് എന്ത് പറയൂടി. ഷെടാ ഇത്ര ഉള്ളായിരുന്ന ഇത്, ഞാൻ വിചാരിച്ചു വണ്ടി മൊത്തം പൊളിഞ്ഞു പോയി. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാടാ, ടെൻഷൻ അടിക്കാനായിട്ട്. നീ വരുമ്പം ചിരിയേ കിടുമ്പം. എടാ അച്ഛൻ വിളിച്ച്, നമ്മൾ കൊച്ചി പോയാലും ആരോ പറഞ്ഞു കൊടുത്ത്. എടാ അടുത്ത വള്ളി എന്തേലും വഴിയുണ്ടോ? വഴി നിങ്ങൾ കൊച്ചിയിലല്ലേ പോയത്? കൊച്ചി നീ നേഴ്സല്ലേ? ഡാൻസ് ഇട്ട് പിടിക്കാം, കഴിഞ്ഞ ചേച്ചിയായിട്ട് ഞാൻ പോയതാ. അയ്യോ അച്ഛൻ വിളിക്കുന്നു. ഹലോ അച്ഛാ. ഏതോടാ നീ? അച്ഛാ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നേ. ഓടുന്ന കാറിലാണോടാ ഹോസ്പിറ്റലിലെ വർക്ക്? അയ്യോ ഇത് അച്ഛനും കൂടെ ഗുണമുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോയതാ. അച്ഛനും അപ്പൂപ്പനാക്കുന്നതാണോ ഗുണം? എന്റെ അച്ഛാ ഞങ്ങൾ ലാൻഡ് ഷൂട്ടിൽ ജർമ്മൻ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി പോയതാണ്. ഞങ്ങള് ജർമ്മനിൽ നേഴ്സന്മാരാ, അതും ഫ്രീ റിക്രൂട്ട്മെന്റില്. പിന്നെ ഇത് ഓഫ്ലൈൻ കോഴ്സാ, പഠിക്കുമ്പോ തന്നെ 30,000 രൂപ കിട്ടിയ പുളിക്കോ സ്റ്റൈപ്പൻഡ്. പിന്നെ അച്ഛാ ഇത് 35 വയസ്സിന് താഴെയും പിന്നെ 1 വർഷം മുകളിൽ GNM, BSc, പോസ്റ്റ് BSc നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. ഇതിന്റെ സാലറി പാക്കേജ് ആയിട്ട് അച്ഛൻ ഞെട്ടും. സ്റ്റാർട്ടിങ് 2.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം വരെ അല്ലേ? അതച്ഛൻ അറിയാം. ഞാനല്ലേ അവളെ 4 മാസം മുന്നേ കൊണ്ട് ചേർത്തത്. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട്. ഞങ്ങളെ ഇത് വർക്കായില്ല കേട്ടാ. ഓടിയരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ.